ഓം നമോ ഭഗവതേ വാസുദേവായ. കാണായതല്ല ഭഗവത് പ്രഭാവേന പാണികൾ കുട്ടിത്തൊഴുതു പോകുന്നവൻ നേരെ പെരുവഴി മധ്യേ പരിചോടു നാരദമാമുനിയെ കണ്ടിതഞ്ജസ മുക്ത ശരചന്ദ്രതുല്യ തേജോമയൻ ശുദ്ധസ്ഫടിക സംഘാശനായന്തര സത്വരം ആവിർഭവിച്ചതു കണ്ട് അതിഭക്ത്യാ നമസ്കരിച്ച നൃപനന്ദനൻ വിദ്രുതം ദണ്ഡ നമസ്കാരവും ചെയ്തു ഭദ്രൻ എഴുന്നേറ്റു നന്നായി തൊഴുതുടൻ ചിത്തം തെളിഞ്ഞു നിൽക്കുന്നവൻ തന്നോട് ഭക്തിയും ഭാവവും കണ്ടു മുനീശ്വരൻ മന്ദസ്മിതം ചെയ്ത് മന്ദമന്ദം നൃപനന്ദനോട് അരുൾ ചെയ്ത, ഇതെന്തടോ നിന്നുടെ സാഹസം? എന്തൊരു ചിന്ത പൂണ്ടിന്നു നീ? ഇങ്ങനെ താൻ തന്നമെല്ലവേ പോകുന്നതെങ്ങെവിടേക്ക്? നിന്നുള്ളിൽ എന്താകുന്നതൊന്നഭിപ്രായം പറക നീ. ഏവം മുനീശ്വരൻ ചോദിച്ചത് കേട്ടു കേവലം രാജകുമാരൻ പൊടുപൊട പൊട്ടിക്കരഞ്ഞു ചൊല്ലിയിടിനാൻ ഉണ്ടായതൊട്ടൊഴിയാതെ സുരുചിയാം അമ്മതൻ കർക്കശവാണികളായ ശല്യങ്ങളാൽ ഉൾക്കാമ്പു പുൺപെട്ടെനിക്കു നൊന്തിയിടുന്നു. തൽക്ലേശമെല്ലാം ഒഴിച്ചു ശുഭം നൽകി ഉൾക്കനി പോടിങ് അനുഗ്രഹിക്കണമേ. ഭക്തനാം ബാലൻ ഈ വണ്ണം പറഞ്ഞതങ്ങ് അക്ഷണം ആഹന്ത കെട്ടു വീണാധരൻ യുക്തിയുക്തങ്ങളാം വാക്യങ്ങളാലുടൻ ഉൾക്കാമ്പിലുണ്ടോ തപശക്തി എന്നതും ചെമ്മേ പരീക്ഷിച്ചു നോക്കിയ മാമുനി നിർമ്മലൻ എന്നതറിഞ്ഞ് കുമാരനിൽ സമ്മോദമേറ്റം വളർന്നിതുമേൽക്കുമിൽ അമ്മാമുനീന്ദ്രൻ പ്രസാദിച്ചു സാദരം നാരായണ പ്രസാദം വന്നുകൂടുമാറ് ആരൂഢമോദാൽ ഉപദേശസാരവും ചാരുകുമാരൻ തനിക്കുപദേശിച്ചു പാരാതെ സേവാപ്രഭാവ ഭേദങ്ങളും നന്നായി അരുൾ ചെയ്തു. നാരായണൻ തവ മുന്നിൽ തെളിവോടെഴുന്നള്ളി നിന്നുടൻ തന്നീടുമെല്ലാം അഭീഷ്ടമെന്നുള്ളതും ഖിന്നത തീർത്തരുൾ ചെയ്തെഴുന്നള്ളിനാൻ. ചെന്ന് സുനീതിയെയും നരേന്ദ്രോത്തമൻ തന്നെയും കണ്ടു പറഞ്ഞാൻ അവസ്ഥകൾ. ദുഃഖിക്ക വേണ്ട തനയൻ ധ്രുവൻ അതിമുഖ്യൻ ഹരിപ്രിയനായി വരും നിർണയം. നിങ്ങളും നാരായണങ്കൽ സകലവും അങ്ങ് സമർപ്പിച്ചിരുന്നു കൊள்കെപ്പോഴും നന്നായി വരും മേൽ ഇല്ലൊരു സംശയം ഒന്നിനും ഏതും വികല്പമുണ്ടായി വരാം എന്നിത്തരങ്ങൾ ഉറപ്പിച്ചവരെയും പിന്നെ യഥാകാമങ്ങെഴുന്നള്ളിനാൻ. വന്ദിച്ചു നാരദൻ തൻ ഉപദേശവും നന്നായി ഉറപ്പിച്ചു. രാജകുമാരനും ചെന്നു മധുവനം ബുക്ക് ശുഭസ്ഥലമന്വേഷണം ചെയ്തു കണ്ട് തപസ്സിനായി നന്നായി നിരൂപിച്ചു. ഉപവസിച്ച ദിനം അന്യദിനം ഉഷക്കാലെ മുതിർന്നവൻ ശുദ്ധതീർത്ഥേ കുളിച്ചർക്കോദയം കണ്ടു ചിത്തശുദ്ധ്യ ഗുരുവന്ദനം ചെയ്തത ഭക്യാഭി തന്നിഷ്ടദേവതമാരെയുമൊക്കെ തൊഴുതു തപസ്സിനാരംഭിച്ചാൻ. മുന്നേ ദിനം ബലാകാരങ്ങളും ചെയ്തു തന്നാൽ കൃതമാകും ആസന സംസ്ഥാനായി പ്രാണായാമം ചെയ്തു. നാരായണമയം കാണായതൊക്കെയും എന്നുറച്ചന്വഖം താനും ഭഗവാനും ഇരേഴു ലോകവും മനസ്സേ മായയുമൊന്നായി നിരന്തരം കണ്ട് തഥാപി 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 അനുകുണ്ടത എന്നിയേ നിത്യമഹർനിശം
യോഗ്യമായുള്ള തപോമയ വേഷവും ഭാഗ്യപുമാൻ പരിചോട് ധരിച്ചുടൻ കോപ്പിട്ടിരുന്നുറപ്പിച്ചിളകിടാതെ താൽപര്യം ആത്മസുഖമൊഴിഞ്ഞെന്നിയെ 3 നാൾ കഴിഞ്ഞാൽ ഒരു നാൾ മുതാ ചമ്മയെ ഫലങ്ങൾ ഭുജിക്കും കഥാജന. അമാസമിങ്ങനെ തന്നെ കഴിച്ച് അതിനിർമ്മലൻ നിർമായ ചിന്മയാനന്ദവിൽ കൽമഷം തീർത്ത് തെളിഞ്ഞുണർന്നിടീനാൻ രമ്യാശയാ. പിന്നെ രണ്ടാമതാകിയ മാസം മുതൽ തൊട്ടു കേവലം 6 വാസരം ചെന്നാൽ ഒരിക്കൽ ഒരു ദിനം താർണവർണ്ണങ്ങൾ ഭുജിക്കും തഥാപിതൻ. 3ാമത് 9 നാൾ കഴിഞ്ഞാലുടൻ പാനീയമാത്രം അശനവും ചെയ്തുകൊണ്ട് ആനന്ദപീന മനസ്കനായുള്ളവൻ കേവലം മേന്മേലധികം കഠോരമായേവം കഴിച്ചാനവൻ 3 മാസവും 4ാമതാം മാസമാദിയായ അങ്ങതിബാലൻ 6 നാൾ ചെന്നാൽ ഒരു ദിനം മാരുതാഹാരമായി കൊണ്ടൊരിക്കൽ ഘോര തപോബലനിഷ്ഠയോടന്നോഹം പഞ്ചേന്ദ്രിയങ്ങളടക്കി ക്രമവശാൽ പഞ്ചമേമാസി പിന്നെ ദിവസം പ്രതി ചഞ്ചലമെന്നിയെ സർവലോകങ്ങളും അഞ്ചിതാത്മ പരബ്രഹ്മവും മായയും താനും ആചാര്യനും ഏകമായി അഭ്രവൽ കാണും വിധവും പരമാത്മനീ കാരണേ ചേർത്തു തൻ പ്രാണങ്ങളെ പ്രണവാന്തരേ ചേർത്തടക്കി സ്ഥാണുവൽ ഇരുന്നീടിനാൻ. അങ്ങനെ രാജകുമാരൻ തപോബലാലങ്കുതൻ പ്രാണങ്ങളെ പരമാത്മന് തിങ്ങുമാനന്തര സമ്പൂണ്ടടക്കി അങ്ങെങ്ങും നിറഞ്ഞ് പരബ്രഹ്മ സന്മയും ചിന്മയൻ താൻ ഉപാസിച്ചിരിക്കും വിധവും സന്മയമായി ചമഞ്ഞൂജകൾ സർവം പ്രാണികുലത്തിനു വീർപ്പുകളങ്ങവൻ പ്രാണങ്ങളെ അടക്കിയിടുക കാരണം താനേ അടങ്ങിച്ചമഞ്ഞതുകൂടവേ ദീനരായാരതു കാരണമേവരും സങ്കടം ദേവഭൂദേവാദികളത് പങ്കജസംഭവനോടറിയിച്ചപ്പോൾ ശങ്കരനോടുണർത്തിച്ചതു നാൻമുഖൻ. ശങ്കരാദിപ്രമുഖന്മാരനന്തരം പാലാഴിമുഖ് അഖിലേശ്വരനോട് തൽക്കാല വിശേഷം ഉണർത്തിച്ചതൊക്കവേ കേട്ടു ജഗന്മയൻ നാരായണൻ വാട്ടമൊഴിച്ചവരോട് അരുളി ചെയ്തൻ. ഉത്താനപാദജനം ധ്രുവൻ എന്നെയുണ്ടുൾത്താറിൽ വെച്ചു തപസ്സു ചെയ്തിടുന്നു. നിത്യം ഇവൻ പ്രാണങ്ങളെ പരമാത്മനി ചിത്തം തെളിഞ്ഞടക്കിയിടുക കാരണം പ്രാണനിരോധം ഭവിച്ചിതുലകിതിൽ. പ്രാണികൾക്കിന്നിതു ഞാൻ ഒഴിച്ചിടുവൻ. നൂനം അൻപോടവരങ്ങു വേണ്ടും വരം ദാനവും ചെയ്തു തപസ്സൊഴിച്ചാലുടൻ തീരും ജഗൽ സങ്കടങ്ങൾ. അപ്പോൾ അതിനാരും ഭ്രമിയായ ഞാൻ ഇന്നു പോകുന്നു. നിങ്ങളെല്ലാവരും ചെന്നങ്ങു സാദരം തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണിയിടുവിൻ എന്നിതെല്ലാം അനുസൃത്യ നാരായണൻ നന്നായി അരുൾ ചെയ്തയച്ചവരെയും വന്ദിച്ചു കൂപ്പി സ്തുതിച്ചു പോയാർ അവരിന്ദിരാവല്ലഭൻ ദാനധ. തൽക്ഷണേ പന്നകാരാദികളസ്തനായ അഞ്ജസാ ചെന്നു മധുവനം ബുക്കരുളിയിടിന. തന്നെ കുറിച്ചു തപസ്സു ചെയ്തിടിന മന്നവനന്ദനൻ മുന്നിൽ നിൽക്കും വിധവും തന്നുള്ളിലും ജഗത്തിങ്കലും മായയാ ഒന്നായി നിറഞ്ഞു മറഞ്ഞിരിക്കും പരൻ മുന്നിൽ വന്നാവിർഭവിച്ചളവങ്ങുതാൻ. മുന്നേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നത് ധ്യാന സ്വരൂപവും ഏറെ തെളിഞ്ഞുടൻ സാനന്ദമൊന്നായി വിളങ്ങി നിന്നുത്തുല്ലോ. പ്രാണങ്ങളെ പരമാത്മനി ചേർത്തുകൊണ്ട് ആനന്ദമാത്മനിലീനനാം ബാലനും നാളസൂത്രൻ പ്രണവാസന സംസ്ഥിതി മേളാൽ ഇടിഞ്ഞു മൂലാധാര സംസ്ഥനായി ശ്വാസവേഗക്രമാലാശും ഇഴികളും നാസികാഗ്രത്താൽ തുറന്ന് തന്മാനസേ കാണായ വിശ്വരൂപം ഗരുഡാസനം കാണായളവെഴുന്നേറ്റ് അതിസംഭ്രമാൽ വീണു നമസ്കരിച്ചാശു
സഗദ്ഗതവാണികളാൽ സ്തുതിക്കാവതല്ലാഞ്ഞ ക്ഷീണനായി ഏറ്റം പലവൊരു പിന്നെയും ക്ഷോണിയിൽ വീണു നമസ്കരിക്കും വിധവും ദീനപരായണൻ താൻ അവൻ തന്നുടെ മാനസതാരിൽ പ്രകാശിച്ചരുളിനാൻ. തൽക്ഷണം അർപ്പകന്നാശു വാഗ്വൈഭവ ശിക്ഷയായി ഉള്ളുണർന്നുജ്വലിച്ചു തുലും. തൽക്ഷമബുദ്ധ്യ സകൽഗതവാണിഭിർ ഉൾക്കനിവുറ്റ് രോമാഞ്ച സംയുക്തനായി ഹർഷാശ്രുധാരകളും തുടച്ച് ഊരിയിൽ പുരുഷോത്തമനെ സ്തുതിച്ചാനുടൻ വീണു നമസ്കരിച്ചു തുടങ്ങിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ.